കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭാഗത്തു നിന്ന് കനത്ത മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇത് വ്യാപകമായിട്ടുള്ള ഒരു നാശനഷ്ടം ഇസ്രായേൽ ഉടനീളം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വീടും ഉൾപ്പെടെയുള്ള സമുച്ചയങ്ങൾക്ക് കടുത്ത കേടുപാടുകളും അപകടവും ആക്രമണവും ഉണ്ടായി എന്നും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്നും ആദ്യം IRGC പറയുകയും പിന്നീട് അത് ഇസ്രായേൽ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. IRGC ഇതിന്റെ കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചുവെന്ന് തങ്ങൾക്ക് നിലവിലെ അവസ്ഥയിൽ സ്ഥിരീകരിക്കാൻ സാധിക്കില്ല എന്നാണ് IRGC ഔദ്യോഗികമായിട്ട് അറിയിച്ചത്. ഇങ്ങനൊരു പ്രസ്താവന IRGCയുടെ ഭാഗത്ത് നിന്ന് വന്നോടുകൂടി സകല സോഷ്യൽ മീഡിയയിലും ചർച്ച ഇതായി. പ്രത്യേകിച്ച് എക്സ്, ഫേസ്ബുക്ക് തുടങ്ങിയ മേഖലകളിൽ സോഷ്യൽ മീഡിയയിൽ പ്രധാന ചർച്ച എന്ന് പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു. പലരും പല രീതിയിൽ തള്ളിയിട്ടുണ്ട്. പ്രധാനമായിട്ടും മലയാളികളുടെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ സംഘികൾ പറയുന്നത് നെതന്യാഹുവിനെ തൊടാൻ സാധിക്കില്ല, അയാൾ നിന്റെയൊക്കെ അന്ത്യം കണ്ടിട്ടേ പോവുള്ളൂ. പ്രസംഗികളും ഏകദേശം അതേ ടോണിൽ തന്നെ പറഞ്ഞ്, പിന്നെ സുഡാപ്പികൾ പറഞ്ഞ് നെതന്യാഹു മരിച്ചു കഴിഞ്ഞു എന്ന് അവര് അങ്ങോട്ട് സ്ഥിരീകരിച്ചു. ഇതിനൊന്നും യാതൊരു ഔദ്യോഗിക സ്വഭാവവും ഇല്ല. ഇവർക്കൊക്കെ ഇതിൽ എന്താണ് കാര്യം എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ മൂന്ന് കൂട്ടർക്കും, സംഘികൾക്കും ക്രിസംഘികൾക്കും സുഡാപ്പികൾക്കും അല്ലെങ്കിൽ യുക്തിവാദികൾക്കും, ഇവർക്കൊന്നും ഇതിൽ യാതൊരു കാര്യമില്ല. ഇവരൊന്നും ഇതായിട്ടൊന്നും യാതൊരു ബന്ധപ്പെട്ട ആൾക്കാരും അല്ല. നെതന്യാഹു ജീവിച്ചാൽ എന്ത് അല്ലെങ്കിൽ മരിച്ചാൽ എന്ത്, ഇവർക്ക് അതൊന്നും വിഷയമല്ല. വെറുതെ തമ്മിൽ തല്ലി ഒരു ആത്മരതി അടയ എന്നതിനപ്പുറം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ചില പ്രബലമായ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ വരുന്നത് ഇസ്രായേൽ വളരെ കരുതലോടെയാണ്, മുൻകരുതലുകൾ എടുത്തുകൊണ്ടാണ് മുന്നോട്ട് നീങ്ങുന്നത് നിലവിലെ സാഹചര്യത്തിൽ എന്നാണ്. അതിന്റെ കാരണമായി ചിലർ പറയുന്നത് ചില പ്രമുഖ പത്രങ്ങളിൽ വന്ന ആർട്ടിക്കിൾ പ്രകാരം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി വിദേശ രാജ്യത്ത്, യൂറോപ്പിലെ ഒരു രാജ്യത്ത്, അതിൽ പ്രബലമായ അഭിപ്രായം ജർമ്മനിയിൽ ആണ് എന്നതാണ്. മറ്റൊരു അഭിപ്രായം വരുന്നത് അദ്ദേഹത്തെ ആഴമേറിയ ബങ്കറിനുള്ളിൽ താമസിപ്പിച്ചിരിക്കുകയാണെന്നോ അദ്ദേഹത്തിന്റെ ജീവൻ അത്രമേൽ ഇസ്രായേലികൾക്ക് പ്രിയപ്പെട്ടതാണെന്നും പറഞ്ഞിട്ടായിരുന്നു മറ്റൊരു ആർട്ടിക്കിൾ വിശ്വസനീയമായ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം ആരംഭിച്ച ശേഷം അദ്ദേഹത്തെ ഒരു പൊതുവേദിയിൽ ഇതുവരെ നമ്മളാരും കാണാത്തതിന്റെ പ്രധാന കാരണമെന്നും അവർ പറയുന്നുണ്ട്. ഈ അവസ്ഥയിലാണ് നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായ ക്രിസംഖികളും സംഘികളും സുഡാപ്പികളും തമ്മിൽ തെറിവിളിച്ച്, നെതന്യാഹുവിന്റെ പേരിൽ തെറിവിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു കാര്യവുമില്ലാതെ തെറിവിളിച്ച് നടക്കുന്നത് എന്നുള്ളത് ഭയങ്കര രസകരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെ ഒരു പണിയില്ലേ. ഇതേ സമയം ഖോർമഷർ 4 എന്ന ആഴത്തിലുള്ള ബങ്കറുകളെ തകർക്കാനുള്ള ശക്തിയുള്ള മിസൈലുകൾ ഇറാന്റെ പക്ഷത്ത് ഉണ്ടെന്നും എന്നാൽ ഈ സമയം വരെ അവരത് ഉപയോഗിച്ചിട്ടില്ല എന്നും ഖൈബർ വിഭാഗത്തിൽപ്പെട്ട മിസൈലുകളാണ് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുമാണ് IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒഫീഷ്യൽ ആയിട്ടുള്ള വിവരങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഇസ്രായേലിനകത്ത് വലിയ രീതിയിലുള്ള സംഭവവികാസങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പല വിവരങ്ങളും ഇസ്രായേലിനകത്ത് നടക്കുന്ന പല വിവരങ്ങളും പുറത്തേക്ക് വരുന്നില്ല. അത് പണ്ട് മുതലേ ഇസ്രായേൽ ഫോളോ ചെയ്യുന്ന ഒരു വാർ സ്ട്രാറ്റജിയാണ്. അവിടെ നടക്കുന്ന സംഭവങ്ങൾ മിക്കവാറും കാര്യങ്ങൾ പുറത്തേക്ക് വരില്ല. വളരെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അത് അവരുടെ ഇന്റലിജൻസിന്റെ മിടുക്ക് എന്ന് തന്നെ നമുക്ക് പറയാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി കൊല്ലപ്പെടാനുള്ള സാധ്യതയൊക്കെ വളരെയധികം കുറവാണ്. വിദേശ രഹസ്യാന്വേഷണ ഏജൻസികളുടെയും മൊസാദിന്റെയും സംരക്ഷണത്തിൽ അദ്ദേഹത്തെ കൂടുതൽ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കാനാണ് നിലവിലെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുന്നുണ്ട്. നെതന്യാഹുവിനെ കൊല്ലാൻ ഇറാൻ സാധിക്കുമോ എന്നുള്ളത്. ഇറാന്റെ നിലവിലെ ഹൈപ്പർസോണിക് മിസൈലുകളുടെ ശേഷിക്കു പുറമെ യുദ്ധഗതി നിരീക്ഷിക്കുമ്പോൾ അവർക്ക് പ്രാദേശികമോ അന്തർദേശീയകരമായിട്ടോ സഖ്യകക്ഷികളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിലേക്കോ അദ്ദേഹത്തിന്റെ മന്ത്രിമാരിലേക്കോ ഇറാന് എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും നിലവിലെ അവസ്ഥയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഏതെങ്കിലും രീതിയിൽ ജീവഹാനി സംഭവിച്ചതായി യാതൊരു സ്ഥിരീകരണവുമില്ല. എന്നാൽ പല വാർ എക്സ്പെർട്ടുകളും വിലയിരുത്തുന്നത് വ്യാജ പ്രചരണത്തിന്റെ പ്രധാന ഉദ്ദേശം ആളുകളിൽ ഭീതി പരത്തുകയോ അല്ലെങ്കിൽ യുദ്ധസമയത്ത് പതിവായി എല്ലാ ശക്തികളും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു വാർ പ്രൊപ്പഗണ്ടയുടെ ഭാഗമായിട്ടുള്ള ന്യൂസ് ആകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത എന്നാണ് വാർ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്.
എന്തായാലും ഔദ്യോഗികമായിട്ട് ഇതുവരെ അത്തരം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. മാത്രമല്ല അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുമെന്നും ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു വിഷയം തന്നെയാണ്. വെറുതെ നമ്മളെപ്പോലെ സാധാരണക്കാരനായ ആളുകൾ ഇതിന്റെ പേരും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തെറി വിളിച്ച്, വീട്ടുകാരെ തെറി വിളിച്ച്, നാട്ടുകാരെ തെറി വിളിച്ച് വെറുതെ സമയം കളയാതെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഒട്ടും വേഗം തന്നെ കാണാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലത്തേക്ക് ഇവിടെ പറയും.